ഈ ബംഗ്ലാദേശിൽ ന്യൂനപക്ഷങ്ങൾക്കെതിരെ വലിയ ആക്രമണമാണ് തുടർച്ചയായി ഉണ്ടായിരുന്നത്. പിന്നാലെയാണ് ഇന്ത്യ അതിൽ കടുത്ത ഒരു നിലപാട് സ്വീകരിക്കുന്നു. ഇന്ത്യയുടെ വിദേശകാര്യ സെക്രട്ടറി തന്നെ അവിടെ നേരിട്ടെത്തി അവിടുത്തെ കാവൽ സർക്കാരിലെ പ്രധാന ചുമതലക്കാരനായ മുഹമ്മദ് യൂനിസുമായി ചർച്ച നടത്തുകയാണ്. ഇന്ത്യ ശക്തമായ നിലപാടായിരുന്നു വിദേശകാര്യ സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർ അന്ന് അവിടെ പോയി രേഖപ്പെടുത്തിയത്. അപ്പോൾ അവർ പറയുന്നത് ഇത് തങ്ങളുടെ ആഭ്യന്തര കാര്യമാണെന്ന രീതിയിലുള്ള പ്രസ്താവനകൾ വന്നെങ്കിലും ഇന്ത്യയുടെ സ്വഭാവം മാറുന്നത് കണ്ടോടെ ആ ന്യൂനപക്ഷങ്ങൾക്കുള്ള ആ പ്രശ്നങ്ങളിൽ ഒരു കൃത്യമായ ഇടപെടൽ നടത്തുവാൻ ആ സർക്കാർ ഇപ്പോൾ തയ്യാറാകുകയാണോ? ബംഗ്ലാദേശ് ഒരു പരിധിവരെ പെട്ടു നിൽക്കുന്ന ഒരവസ്ഥയാണ്. ബംഗ്ലാദേശിൽ ഈ പറയുന്ന ന്യൂനപക്ഷ പീഡനം നേരത്തെ നടക്കുന്നുണ്ട്. ഇപ്പോഴത് കുറച്ച് വ്യാപകമാകുന്നതിന് വാർത്തകൾ വർദ്ധിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. ന്യൂനപക്ഷ പീഡനം എനിക്ക് തോന്നുന്നു 47-ൽ 24% ഉണ്ടായിരുന്ന ന്യൂനപക്ഷത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ 8% ആകുമ്പോൾ ന്യൂനപക്ഷ പീഡനം വ്യാപകമായിട്ടാണ് നടക്കുന്നുണ്ടായിരുന്നു. അത് ഹസീനയുടെ കാലത്ത് നടക്കുന്നുണ്ടായിരുന്നു. ഹസീന ഒരു പരിധിവരെ ഈ പറയുന്നത് പോലെ ഈ തീവ്ര ഗ്രൂപ്പുകളെയൊക്കെ ജയിലിലിട്ടെന്ന് പറയുമ്പോഴും ജയിലിലിടാത്ത വെളിയിൽ നിൽക്കുന്ന തീവ്ര ഗ്രൂപ്പുകൾ അതിൻ്റെ ബംഗ്ലാദേശിൻ്റെ സ്വാധീനം കൂടുതലാണ്. സ്വാധീനം കൂടുതലാകുമ്പം അതിനകത്ത് കുറച്ച് വഴങ്ങിക്കൊടുത്തേ പോകാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് എന്നാലും അതിനകത്ത് വളരെ കൃത്യമായ നിലപാടുകൾ എടുത്തു പോകുന്നതും അല്ലെങ്കിൽ അതിനകത്ത് ആക്ഷേപമില്ലാതെ പോകുന്ന ഒരു അവസ്ഥയിലേക്കായിരുന്നു കാര്യങ്ങൾ. അപ്പം അതിനകത്ത് ആ തീവ്ര ഗ്രൂപ്പുകളുടെ ഇടപെടിയിലിനകത്ത് കുറവ് വന്നപ്പോഴാണ് അവർ വളരെ കാലം കൊണ്ട് തക്കം പാർത്തിരുന്ന ഒരവസരം മുതലാക്കിയെടുക്കാൻ സാധിക്കുക. അവിടുത്തെ അട്ടിമറിയൊക്കെ നടക്കുകയും ചെയ്തു. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ബംഗ്ലാദേശിൻ്റെ അട്ടിമറിയുടെ പുറകിൽ നമ്മളീ പറയുന്ന പോലെ അമേരിക്കയും ചൈനയും ഒക്കെയാണ്. ഇതിനകത്ത് അമേരിക്കയും ചൈനയും തമ്മിലുള്ള മത്സരം ഉണ്ടോ എന്നിപ്പോൾ സംശയമുണ്ട്. കാരണം ഈ അമേരിക്കയ്ക്ക് ബേസ് വേണമെന്ന് പറഞ്ഞ് വളരെ കാലം മുമ്പേ ബംഗ്ലാദേശിനെ സമീപിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. അമേരിക്കയെ യാതൊരു പരിഗണനയും കൊടുക്കാത്ത ഒരു നേതാവായിരുന്നു ഹസീന. അപ്പം ഈ അവിടുത്തെ ഈ സെയിൻറ്റ് മാർട്ടിൻ ദ്വീപ് എന്ന് പറയുന്നൊരു ദ്വീപുണ്ട്. ആ ദ്വീപിനകത്ത് ബേസ് വേണം, അല്ലെങ്കിൽ ആ ദ്വീപ് മൊത്തത്തിൽ വിലക്കെടുത്തോളാം എന്നൊക്കെ വേറെ അമേരിക്ക ഒരു കാലത്ത് പറഞ്ഞത്. ഇതിനകത്താണെങ്കിൽ 4-5 രാജ്യങ്ങളിലേക്ക് കൃത്യ ആക്സസ് കിട്ടും അമേരിക്ക. അപ്പോൾ അത് കൊടുക്കാൻ സാധിക്കത്തില്ല എന്ന് മാത്രമല്ല അവർക്ക് ഈ റഷ്യയുമായിട്ടും ചൈനയുമായിട്ടൊക്കെ ആയിരുന്നു ബന്ധം. അപ്പം ഇതിനകത്ത് ചൈനയുമായിട്ട് ബന്ധപ്പെടുമ്പോഴും ഈ ബംഗ്ലാദേശിനെ ആത്മബന്ധം നമ്മുടെ ഇന്ത്യയുമായിട്ടായിരുന്നല്ലോ. അപ്പോൾ ആത്മബന്ധം കൂടുതലായതുകൊണ്ട് ചൈന ഇതിനകത്ത് ബംഗ്ലാദേശിനെ അസ്ഥിരപ്പെടുത്തുന്നതിനും അല്ലെങ്കിൽ ചൈനയ്ക്ക് അവിടെ ഒരു ആക്സസ് ഉണ്ടാക്കുന്നതിനും ഒക്കെ ഒരു ശ്രമം നടത്തുന്നു. അതിന് പാകിസ്ഥാനെ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നു. ഈ പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യത്ത് പലവട്ടം അല്ലെങ്കിൽ ഈ അമേരിക്ക സഹായിക്കുന്നുണ്ടെങ്കിൽ തന്നെയും പാകിസ്ഥാനിൻ്റെ വിശ്വാസ്യത അമേരിക്കയുടെ നഷ്ടപ്പെട്ടു. ഈ ബില്ലാദിനെയൊക്കെ അമ്മയെ ആക്രമിച്ച ബില്ലാദിനെ പാർപ്പിച്ച് അമേരിക്ക ഈ പാകിസ്ഥാനിൽ നിന്നാണല്ലോ അയാളെ പൊക്കെടുത്തുകൊണ്ട് പോകുന്നത്. അപ്പം പാകിസ്ഥാനിനെ സഹായിക്കുമ്പോഴും പാകിസ്ഥാനിലുള്ള വിശ്വാസ്യതയില്ല. അപ്പോൾ പാകിസ്ഥാനിനപ്പുറം ഈ ചൈനയുടെ കൂട്ട് സാമ്പത്തിക വളർച്ച കൂടുന്ന ഒരു രാജ്യമായി ഇന്ത്യ. അപ്പോൾ ചൈന ഇപ്പം ഏതാണ്ട് അവർ എത്ര നിരക്കും സാമ്പത്തിക വളർച്ച അമേരിക്കയോട് അല്ലെങ്കിൽ അമേരിക്കയോട് ഒപ്പമെത്തുന്നില്ലെങ്കിലും ഒരു 2ാം സ്ഥാനമൊക്കെ ആയിട്ട് വരുന്നൊരവസ്ഥയുണ്ടല്ലോ. അപ്പോൾ ഇന്ത്യയും അതേ രീതിയിൽ പോകുമ്പോൾ ഈ സാമ്പത്തിക വളർച്ച ഉള്ളതും അല്ലെങ്കിൽ അവരുടെ നിയന്ത്രണത്തിനകത്തുനിന്ന് സ്വന്തം തീരുമാനം എടുത്തു പോകുന്ന രാജ്യങ്ങളോട്ട് എപ്പോഴും അമേരിക്ക അതൃപ്തിയുണ്ട്. ലോകക്രമം മൊത്തം അവർ പറയുന്നത് പോലെ അവരുടെ കീഴ്പ്പെട്ട് നിൽക്കുന്ന രീതിയിലാണല്ലോ അവർ ആഗ്രഹിക്കുന്നത്. അതിനുവേണ്ടിയുള്ള പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് ഈ ബംഗ്ലാദേശിലൊരു ബേസ് നോക്കുക. അപ്പോൾ അത് കിട്ടാതെ വരിക ഇന്ത്യയായിട്ടുള്ള ബന്ധം വെച്ചായിരിക്കും യാതൊരു കാരണവശാലും അവരനുവദിച്ചു കൊടുത്തിട്ട്. മാത്രമല്ല അമേരിക്ക എന്ന് പറയുന്ന രാജ്യത്തോട് യാതൊരു കോംപ്രമൈസും ഇല്ലായിരുന്നു ഈ ഹസീന എന്ന് പറയുന്നത്. ഒരു റഷ്യയും അല്ലെങ്കിൽ ആ രീതിയിലെ വൈരാഗ്യം. അപ്പോൾ അത് അവിടെ വളരെ കാലമായിട്ട് അവർ ഉറ്റുനോക്കി, അല്ലെങ്കിൽ അവരുടെ രഹസ്യാന്വേഷണ വിഭാഗം പ്രവർത്തിച്ചു, അതിൻ്റെ കൂടെ ചൈനയുടെ രഹസ്യാന്വേഷണ വിഭാഗം പ്രവർത്തിച്ചു. ഇപ്പം അവിടെ അസ്ഥിരപ്പെടുത്തിയതിന് ശേഷം ഗവൺമെൻറ്റിനെ ശരിക്കും പറഞ്ഞാൽ താൽക്കാലിക ഗവൺമെൻറ്റിൻ്റെ അമേരിക്കയുടെ ഭാഗമായിട്ടാണ്. പക്ഷേ ബേസിൽ പ്രവർത്തിക്കുന്ന ഇപ്പോഴും ഈ പറയുന്ന പാകിസ്ഥാൻ്റെ ഡയറക്ഷൻ, കാരണം ജമാഅത്തെ ഇസ്ലാമിയുടെ. അപ്പം അതിനകത്ത് ഈ ജമാഅത്തെ ഇസ്ലാമി നേതാക്കൾ ചൈനയുടെ ചില നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തുന്ന ചിത്രങ്ങൾ ഇടക്കാലത്ത് അല്ല, അത് തന്നെ ഞാനീ പറഞ്ഞ ബേസ് പ്രവർത്തിക്കുന്നത്. കാരണം ഈ അവിടുത്തെ ഉരുത്തിരിക്കുന്ന വിഷയങ്ങളുടെ പ്രധാന കക്ഷിയാരാണ്, താഴെത്തട്ടിലാണെന്ന വിഷയങ്ങളുണ്ട്. അതിനെ നിയന്ത്രിക്കുന്നത് ജമാഅത്തെ ഇസ്ലാമി. ജമാഅത്തെ ഇസ്ലാമി പൂർണ്ണമായിട്ടും പാകിസ്ഥാൻ്റെ നിയന്ത്രണത്തിലാണ്. പാകിസ്ഥാനിൽ അപ്രമാദത്തുള്ളത് ചൈനയ്ക്ക് തന്നെ. അപ്പം ഇതിനകത്തൊരു തർക്കം ഉണ്ടായിട്ട് ഇപ്പോൾ ചൈനയും അമേരിക്കയും തമ്മിൽ ശരിക്കും പറഞ്ഞാൽ രണ്ടുപേരും കൈവെടിയുന്ന അല്ലെങ്കിൽ ഈ വേണ്ട വിധത്തിൽ സഹായിക്കാത്ത ഒരവസ്ഥയുണ്ട്. മാത്രവുമല്ല ഇന്ത്യ മഹാരാജ്യത്തെ അസ്ഥിരപ്പെടുത്തുന്നതിനും അല്ലെങ്കിൽ ഇന്ത്യ മഹാരാജ്യത്ത് പ്രശ്നം ഉണ്ടാക്കുന്നതിനും ഒരു വിഷയത്തിനകത്ത് അമേരിക്ക ഉൾപ്പെടെ ചൈന ഉൾപ്പെടെ ആര് എന്നെ സഹായിക്കുന്നു പറഞ്ഞാൽ ഇപ്പോൾ ലോകത്ത് അതൊരു ചർച്ചയാകുന്ന രീതിയിലേക്കാണ്. കാരണം ഇന്ത്യ ലോകത്ത് ഏറ്റവും ശ്രദ്ധിക്കപ്പെടുന്ന രാജ്യവും ഇന്ത്യക്ക് വരുന്ന ഒരു പ്രശ്നങ്ങൾ ലോകത്തിൽ ചർച്ചയാകുന്ന ഒരു
അവസ്ഥയും ഒക്കെ ഉണ്ട്. കഴിഞ്ഞ ദിവസം ഞാൻ എൻ്റെ നമ്മുടെ ബന്ധുപ്പുക്കാൻ പയ്യൻ്റെ അടുത്ത്, അവൻ ഗൾഫിലാണ് വളരെ കാലം. അപ്പോൾ അവൻ കഴിഞ്ഞ ദിവസം വീട്ടിൽ വന്നപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞത്, എൻ്റെ പൊന്നെ ഇപ്പം നമുക്കൊക്കെ എന്തൊരു അംഗീകാരമാണെന്ന് ഗൾഫിൽ. പണ്ട് നമ്മളെ ഈ ബംഗാളികളെ ട്രീറ്റ് ചെയ്യുന്നവരായിരുന്നു പണ്ട് വിദേശത്ത് നമ്മളെ ട്രീറ്റ് ചെയ്യുന്നത്. നിങ്ങൾക്കറിയാൻ ഏതുണ്ട്, വിദേശത്ത് പോയിട്ടുള്ളവർക്ക് ചോദിച്ചാൽ മതി. വളരെ പുച്ഛത്തോടു കൂടി ഇപ്പം ഒരു പോലീസ് കേസ് വന്ന് ഒരു അറസ്റ്റ് ചെയ്താൽ തന്നെ ഉടനെ എംബസിയിൽ അറിയിക്കുകയാണ്. അല്ലെങ്കിൽ നമ്മളെ അറസ്റ്റ് ചെയ്യുന്ന ആ നിയമക്രമം നടക്കുന്നുള്ളതല്ല, നമ്മുടെ ഒരു പീഡനമോ മോശമായിട്ടുള്ള ഇടപെടലോ മറ്റു കാര്യങ്ങളോ ഒന്നുമില്ല. ഈ അമേരിക്കക്കാരൻ ഏതെങ്കിലും രാജ്യത്ത് നിന്ന് അവനെ അറസ്റ്റ് ചെയ്താൽ അവൻ ഏത് ട്രീറ്റ്മെൻറ്റാണ് കൊടുക്കുന്നത്? VIP ട്രീറ്റ്മെൻ്റ് ആണ് കൊടുക്കുന്നത്. അതേ രീതിയിലേക്കായി ലോകത്ത്. അപ്പം ലോകത്ത് മൊത്തം ഇന്ത്യക്ക് ഭയങ്കര അംഗീകാരമായി. ഇതിനകത്ത് കാരണം നമ്മുടെ ഭരണകൂടത്തിനകത്തും അല്ലെങ്കിൽ ഇന്ത്യയുടെ ശക്തി അത്രയ്ക്ക് വലിപ്പത്തിലുള്ളത് കൊണ്ടുമാണ്. അത് അല്ലാതെ അംഗീകരിക്കത്തില്ലല്ലോ. ഞാൻ ശക്തിമാനാന്ന് പറഞ്ഞാലൊന്നും അംഗീകരിക്കത്തില്ല. ശക്തിമാനെന്ന് വേറൊരാൾക്ക് തോന്നിയാലേ നമ്മളെ ശക്തിമാനായിട്ട് അംഗീകരിക്കത്തുള്ളൂ. അപ്പോൾ അതിനകത്ത് ഇപ്പം കഴിഞ്ഞ ദിവസം നമ്മുടെ ഈ പറഞ്ഞതുപോലെ വിദേശകാര്യ സെക്രട്ടറി അവിടെ പോയി. വിദേശകാര്യ സെക്രട്ടറി അവിടെ പോയിട്ട് ഔദ്യോഗികമായിട്ട് കാര്യങ്ങൾ സംസാരിച്ചു. നിങ്ങൾ എന്ത് ചെയ്യുന്നു? ഇവിടുത്തെ വിഷയം വളരെ കുഴപ്പത്തിലാണല്ലോ, ന്യൂനപക്ഷ വേട്ട നടക്കുന്നുണ്ടല്ലോ, ഇത് കൂടുതലായിട്ടുള്ള ഹിന്ദുക്കളാണല്ലോ, അത് വളരെ 100-200 കേസ് ഔദ്യോഗികമായിട്ട് വെളിയിൽ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് അമ്പലങ്ങൾ തകർക്കുന്നു, ഇതിനകത്ത് യാതൊരു നടപടി ഉണ്ടാകുന്നില്ല, അതിനകത്ത് നടപടി ഉണ്ടായാൽ മതിയാവത്തുള്ളൂ, അതിനകത്തുള്ള റിപ്പോർട്ട് വേണമെന്ന് പറഞ്ഞ് അവിടുന്ന് ഉടനെ തന്നെ 10-80 കേസ് എടുത്തു, അറസ്റ്റ് ചെയ്യാമെന്നൊക്കെ പറഞ്ഞ് അറസ്റ്റ് ചെയ്തില്ല എന്നുള്ളത് അല്ല, ഔദ്യോഗികമായിട്ട് അതിനകത്ത് സ്ഥിരീകരണം ഉണ്ടായി. അവർ തിരിച്ചു പോകുന്നു. കഴിഞ്ഞ ദിവസം ഇപ്പം ഈ ബംഗ്ലാദേശിൻ്റെ ഈ സംഭവത്തിന് ശേഷം അല്ലെങ്കിൽ അവിടുത്തെ കലാപത്തിന് ശേഷം ബംഗ്ലാദേശിന് നിരന്തരമായിട്ട് പ്രശ്നങ്ങളാണ് സംഭവിച്ചിട്ടുണ്ട്. ഏറ്റവും അവസാനം ഇപ്പോൾ ട്രംപ് അധികാരത്തിൽ വരാൻ പോവുകയാണ്. കഴിഞ്ഞ ദിവസം ഇതിനെ യുനെസിൻ്റെ ഏറ്റവും വേണ്ടപ്പെട്ട ആൾ ബൈഡൻ ആയിരുന്നു. അല്ലെങ്കിൽ ആ ഡീപ് സ്റ്റേറ്റിൻ്റെ സ്വാധീനത്തിലാണല്ലോ ഇയാൾ അവിടുന്ന് ആ നാട്ടിൽ കയറാൻ വയ്യാത്ത ആളിനെ അമേരിക്ക പാർപ്പിക്കുന്നു. അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ സമ്മാനത്തിൽ നോബൽ സമ്മാനം അമേരിക്ക കൃത്യമായിട്ട് അദ്ദേഹത്തിന് കൊടുക്കുന്നു. കാരണം ഇയാൾ ഈ പറയുന്ന ബംഗ്ലാദേശിൻ്റെ ശത്രുവാണെന്ന് കണ്ടുകൊണ്ട് അയാളെ കൊണ്ടുവന്ന് വളരെ ദീർഘകാലം മുമ്പേ ബംഗ്ലാദേശിനകത്ത് ആധിപത്യം സ്ഥാപിക്കണമെന്ന് അമേരിക്കയ്ക്ക് താല്പര്യമുള്ളത് കൊണ്ടാണ് അമേരിക്ക ഇത്തരത്തിലൊരു ശത്രുവിനെ യൂറോപ്യൻ രാജ്യങ്ങൾ കേന്ദ്രീകരിച്ച്, അല്ലെങ്കിൽ ഇദ്ദേഹത്തിന് യൂറോപ്യൻ രാജ്യങ്ങളിൽ മൊത്തം ആക്സസ് ഉള്ള ആളാണ്, എന്നിട്ട് അമേരിക്കയിൽ പറപ്പിച്ച് അദ്ദേഹത്തിന് നോബൽ സമ്മാനം കൊടുത്ത് ഇദ്ദേഹം ഒരു വലിയ മനുഷ്യനായിട്ട് വരുവാന്ന്. അവിടെ ഒരു അട്ടിമറി നടന്നപ്പോൾ അദ്ദേഹത്തെ അവിടെ പ്രതിഷ്ഠിക്കുന്നു. അദ്ദേഹത്തിൻ്റെ കെയർ ഓഫിൽ ഗവൺമെൻറ്. എന്നിട്ട് അവിടെ അമേരിക്കയുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ അല്ലെങ്കിൽ താല്പര്യങ്ങൾ ഉരുത്തിരിക്കാൻ നോക്കുന്നു. പക്ഷേ അതൊന്നും നടക്കുന്നില്ല. അതിനകത്ത് അമേരിക്കൻ താല്പര്യം സംരക്ഷിക്കാൻ നോക്കുമ്പോൾ അല്ലെങ്കിൽ അമേരിക്ക ഇത്തരത്തിൽ അവിടെ ഇടപെടുന്നതൊക്കെ ഇന്ത്യക്ക് അറിയാം. പക്ഷേ ഇന്ത്യക്ക് ഈ രാജ്യങ്ങൾ തമ്മിലുള്ള ഒരു നയതന്ത്ര ബന്ധവും നമ്മളിപ്പോൾ വെച്ചുകൊണ്ടിരിക്കുന്ന നയതന്ത്ര ബന്ധവും അമേരിക്കയോട് ഇടപെടുന്നത് നമുക്ക് കയറി ഡയറക്റ്റ് അതിനകത്ത് ഇടപെടാനോ അല്ലെങ്കിൽ മറ്റൊന്നും സാധിക്കില്ല. പക്ഷേ അവരിടപെടുന്നതിനകത്ത് നമുക്ക് ദോഷം വരുന്ന അവസ്ഥ വന്നാൽ നമ്മൾ അവിടെ കയറി ഇടപെടും. അപ്പോൾ അവരിടപെട്ടതിന് ശേഷം കലാപം ഉണ്ടായി. അവരെ ബംഗ്ലാദേശിനെ വെച്ച് നമ്മളെ അല്ലെങ്കിൽ ആക്രമിക്കാനോ നമ്മളെ കുഴപ്പത്തിലാക്കാനോ ശ്രമിക്കുന്ന കൃത്യമായിട്ട് ഇടപെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അസ്ഥിരപ്പെടുത്തിയതിന് ശേഷം ബംഗ്ലാദേശിനെ ഉപയോഗിച്ച് നമ്മളെ ആക്രമിക്കാനുള്ള അല്ലെങ്കിൽ നമ്മളിലേക്ക് അവർ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ നടപ്പാക്കിയെടുക്കാൻ ഇതൊരു സാഹചര്യമില്ല. മാത്രവുമല്ല, ഇപ്പം അമേരിക്കയിലെ ഭരണമാറ്റമുണ്ട്. ട്രംപ് നേരെ ബൈഡൻ്റെ രീതിക്കും അവിടുത്തെ ഡീപ് സ്റ്റേറ്റിനും ഒക്കെ നേരെ എഗൻസ്റ്റാണ്, മനസ്സിലാവുന്നത്. അപ്പം അതിനകത്ത് കൃത്യമായിട്ട് ഇപ്പോൾ ഇന്ത്യക്ക് നിലപാടെടുക്കാൻ പറ്റുന്നുണ്ട്. കാരണം കൃത്യമായിട്ട് നിലപാടെടുക്കാൻ പറ്റുന്നുണ്ടെന്ന് പറഞ്ഞാൽ അതിന് ഉദാഹരണമാണ് പാർലമെൻറ്റിൽ പോലും ഡീപ് സ്റ്റേറ്റ്, ഇതുവരെ പറയാത്ത ഡീപ് സ്റ്റേറ്റിൻ്റെ സോറസിൻ്റെയും വിഷയം വെച്ചിട്ട് ഇതുവരെ ഇത്രയും കാലത്തിനകത്ത് നമ്മൾ കണ്ടിട്ടില്ല. സോണിയാഗാന്ധി ഡയറക്റ്റ് കയറി BJP ആക്രമിക്കുന്നത്. സോണിയാഗാന്ധി പേടിച്ചിട്ടൊന്നുമല്ല, ഒരു രക്തസാക്ഷിയായിട്ടുള്ള ഒരു പ്രധാനമന്ത്രിയുടെ ഭാര്യ എന്നുള്ള രീതിയിലായിരിക്കും. മാത്രമല്ല അവരും ആവശ്യമില്ലാത്ത കാര്യത്തിൻ്റെ അവിടെ വന്നു. പക്ഷേ ഇപ്പം കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടല്ലോ. അപ്പം ഡീപ് സ്റ്റേറ്റിനെയും അമേരിക്കയും അതും ഈ പറയുന്ന പോലെ ബൈഡൻ്റെ അല്ല ട്രംപിൻ്റെ പിന്തുണയുണ്ട്. അപ്പോൾ ഇതിനകത്ത് ബംഗ്ലാദേശിൻ്റെ കാര്യത്തിൽ അത് സംഭവിച്ചിട്ടുണ്ട്. കാരണം ട്രംപ് ഇനി അവിടെ നിന്ന് പിന്തുണയ്ക്കാമെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ട്രംപ് ഇന്നലെ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ട്, അവിടെ നടക്കുന്ന ആക്രമണങ്ങൾക്ക് ഞങ്ങൾക്ക് യാതൊരു പങ്കുമില്ല, അതിൻ്റെ ഉത്തരവാദിത്വം പൂർണ്ണമായിട്ടും യുഎസ് സർക്കാരിന് തന്നെയാണ്. അവിടെ ആക്രമണങ്ങൾ നടക്കുന്നുണ്ടെന്ന് ഞങ്ങൾക്ക് ബോധ്യപ്പെടുന്നുണ്ട്, അല്ലെങ്കിൽ ഹിന്ദുക്കളെ ആക്രമിക്കുന്നുണ്ട്. അത് യാതൊരു കാരണവശാലും വന്നതിന് ശേഷം എല്ലാ കാര്യത്തിലും ഒരു വ്യക്തത വരുന്നതാകുമ്പോൾ ഒരു സംഭവം ഉണ്ടായ അദ്ദേഹം മൗനം പാലിക്കുകയാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മനസ്സിലാകാത്ത രീതിയിൽ കേരളത്തിൽ കമ്മ്യൂണിസ്റ്റുകാർ പറയും പോലെ പല അവലോകനങ്ങളിലൂടെ. അതിന് ഉദാഹരണം എന്ന് പറഞ്ഞാൽ ഇത്രയും ദിവസമായിട്ട് അവിടുത്തെ അട്ടിമറിക്ക് ശേഷം അന്നോട്ടേ ആക്രമണം നടക്കുന്നു, അന്നോട്ടേ ഹിന്ദുവേട്ട നടക്കുന്നുണ്ട്, പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്, വളരെ വലിയ വിഷയങ്ങൾ നടക്കുന്നുണ്ട്. അന്നേരമൊന്നും ബാക്കി ലോകരാജ്യങ്ങളിലെല്ലാം പ്രകടനം നടക്കുന്നുണ്ട് ഇതിനെതിരെ. പക്ഷേ ബൈഡൻ ഒന്നും പറഞ്ഞിട്ടില്ല, ഇലക്ഷൻ മുമ്പൊന്നും പറഞ്ഞിട്ടില്ല. ഇപ്പം എന്താണ് ബൈഡൻ പറഞ്ഞത്? ബൈഡൻ പൂർണ്ണമായിട്ടും ഈ യുനെസിൻ്റെ
യൂനിസിൻ്റെ ഭാഗത്ത് അല്ലെങ്കിൽ യൂനിസിനുള്ള പിന്തുണ പരസ്യമായിട്ട് ഇല്ല എന്നുള്ള രീതിയിൽ പറഞ്ഞു. കഴിഞ്ഞ ദിവസം ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിച്ചു. മാത്രമല്ല ഇദ്ദേഹം അവിടെ ചെന്നിട്ട് കഴിഞ്ഞ ദിവസം കാണാനുള്ള അനുവാദം കിട്ടിയില്ല. രണ്ട് മിനിറ്റും കാണാൻ അനുവദിച്ചു. കാരണം ഇപ്പം ബൈഡൻ പറയുന്നതെന്ന് പറഞ്ഞാൽ ബൈഡൻ അവിടുന്ന് പറയുന്നതിന് ഔദ്യോഗികമായിട്ടുള്ള കാര്യങ്ങളില്ലല്ലോ. ബൈഡൻ പ്രസിഡന്റാണ്, അദ്ദേഹം അധികാരമേറ്റില്ലെന്ന് മറ്റേ അദ്ദേഹത്തിനോട് ആലോചിച്ച് സംസാരിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ആ സംസാരം എന്ന് പറഞ്ഞാൽ ഇനിയും അമേരിക്കയുടെ നിലപാടാണ്. അമേരിക്കയുടെ നിലപാടെന്ന് പറഞ്ഞാൽ അമേരിക്കയുടെ നിലപാടിനനുസരിച്ച് ലോകത്ത് കാര്യങ്ങൾ തീരുമാനിച്ചേ മതിയാകത്തുള്ളൂ. അമേരിക്കയുടെ നിലപാട് എപ്പോഴും ലോകത്തിൻ്റെ അതിനനുസരിച്ച് നിലപാടുകൾ സ്വീകരിച്ചില്ലെങ്കിൽ അമേരിക്കയ്ക്ക് അല്ലെങ്കിൽ നിലപാടെടുക്കാനുള്ള കപ്പാസിറ്റി ഉണ്ട്. നമ്മൾ അംഗീകരിച്ചേ മതിയാകത്തുള്ളൂ. ലോകത്തിലെ ഏറ്റവും വലിയ സംവിധാനം ഇപ്പോഴും അമേരിക്കയാണ്. ലോകക്രമം നിയന്ത്രിക്കുന്നതിനകത്ത് അമേരിക്കയ്ക്ക് വലിയ പങ്കുണ്ട്. അതിനകത്ത് ഇടഞ്ഞിരിക്കുന്ന രാജ്യങ്ങളിൽ റഷ്യയും മറ്റു കാര്യങ്ങളും ഒക്കെ ഉള്ളൂ. എന്നാലും അതിൻ്റെ ബുദ്ധിമുട്ടുകൾ അവർ അനുഭവിക്കുന്നത്. ആ ബുദ്ധിമുട്ടുകളെ അനുഭവിക്കുന്നുണ്ടെങ്കിലും അവരതിന് വേറെ ലോകക്രമം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുകൊണ്ടാണ് ഈ റഷ്യയും ഒക്കെ ഇത്. ഈവൻ ചൈന പോലും ഈ അഡ്ജസ്റ്റ് ചെയ്തല്ലേ നിൽക്കുന്നത്. കാരണം ചൈനയുടെ മാനുഫാക്ചറിങ് മേഖലയാണല്ലോ ചൈനയുടെ ഈ ധനാഗമനം ഏറ്റവും കൂടുതൽ. അപ്പോൾ അവർക്ക് ലോകം മൊത്തം അത് അല്ലെങ്കിൽ അവരുടെ സാധനം വിറ്റഴിക്കണമെങ്കിൽ ഈ പറയുന്ന അമേരിക്കൻ ലോകക്രമത്തോട് അല്ലെങ്കിൽ ആവശ്യമില്ലാത്ത കാര്യത്തിനകത്ത് ഇടപെടാതെ ഒരു അവസ്ഥയിലേക്ക് വരണം. അതുകൊണ്ടായി നമ്മുടെ ഈ ഇസ്രായേൽ അല്ലെങ്കിൽ ഇറാൻ പശ്ചിമേഷ്യ എന്ന് പറഞ്ഞ യുദ്ധത്തിലൊന്നും കൃത്യമായിട്ട് അഭിപ്രായമോ അല്ലെങ്കിൽ ഇതിനകത്ത് ഇടപെടുന്നതിനകത്തോ ചൈന നിന്നിട്ടില്ല. ചൈന ഏറ്റവും അവസാനം പറയേണ്ടി വന്നു, ഞങ്ങൾ ഇതിനകത്ത് ഇടപെടത്തില്ല, നിങ്ങൾ എന്തോന്ന് വെച്ചാൽ നടത്തിക്കും. അപ്പം ഈ രീതിയിൽ ബംഗ്ലാദേശ് പെട്ടു എന്ന് നമുക്ക് പറയേണ്ടി വരും. കാരണം നമ്മൾ അവിടെ ചെന്ന് സംസാരിച്ചു ഔദ്യോഗികമായിട്ട്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ടോക്കിനകത്ത് പറഞ്ഞില്ലേ, നമ്മൾ ഈ ഔദ്യോഗികമായിട്ട് കാര്യങ്ങൾ നീക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന അവിടുന്ന് സംഭവിക്കും, അല്ലെങ്കിൽ നമ്മൾ സംഭവിപ്പിക്കും. ബംഗ്ലാദേശ് ഇന്ത്യ കയറി ചിലപ്പം ഒരു ചെറിയ കൊച്ചു മിസൈലും ഒക്കെ ഇങ്ങോട്ട് വിടാൻ സാധ്യതയുണ്ട്. അത് വിട്ട് കഴിഞ്ഞിട്ടല്ലേ കാര്യങ്ങൾ തീരുമാനിക്കും. വിട്ട് കഴിയുമ്പോൾ നമുക്ക് കാര്യങ്ങൾ ഇങ്ങോട്ട് ഒരു അറ്റാക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് കാര്യങ്ങൾ തീരുമാനിക്കാൻ പറ്റുമല്ലോ. ആ രീതിയിലേക്ക് കാര്യങ്ങൾ പോകും. അതിനു മുമ്പ് ഔദ്യോഗികമായിട്ട് ഇപ്പം നമ്മുടെ ഈ ലോകം അംഗീകരിച്ചിരിക്കുന്ന ഒരു ഇതുണ്ടല്ലോ, ഒരു കാര്യം എങ്ങനെ അവതരിപ്പിക്കണം, അല്ലെങ്കിൽ മറ്റൊരു രാജ്യത്തോട് ഒരു രാജ്യം എങ്ങനെയാണ് സമീപിക്കുന്നത്. ഈ സമീപന രീതികളെല്ലാം കൃത്യമായിട്ട് പാലിച്ച് തന്നെ നമ്മുടെ ഭാഗത്തൊരു കുഴപ്പവും വരാത്ത രീതിയിൽ കാര്യങ്ങൾ ഉരുത്തിരിച്ചു കൊണ്ടുവരികയും നമുക്ക് കുഴപ്പം വരുന്ന രീതിയിൽ ആ രാജ്യത്ത് പ്രശ്നം വരുമ്പോൾ നമ്മളെ ആക്രമിക്കുന്നത് വരെ അല്ലെങ്കിൽ നമ്മളെ അറ്റാക്ക് ചെയ്യുന്നിടം വരെ നമ്മൾ അറ്റാക്ക് ചെയ്യത്തില്ലെന്നുള്ള തത്വത്തിൽ തന്നെ നിന്നുകൊണ്ട് ആ അറ്റാക്ക് ഇന്ത്യ ആഗ്രഹിക്കുന്ന പോലെ ഒരു പക്ഷേ ബംഗ്ലാദേശിന് നാളെ സംഭവിച്ചുകൂടായികയില്ല. സംഭവിപ്പിക്കാം. എന്തിനു വേണ്ടി? ഇന്ത്യ വിചാരിക്കുന്നത് പോലെ ബംഗ്ലാദേശിനെ കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടി. അതായത് ഇന്ത്യ വിചാരിക്കുന്ന അവസ്ഥയിൽ തന്നെ ബംഗ്ലാദേശ് എന്ന് പറയുന്ന രാജ്യത്തെ ഇന്ത്യ വലിയ താമസമില്ലാതെ ഉരുത്തിരിച്ചെടുക്കും. അതിനകത്ത് യാതൊരു തർക്കവും വേണ്ട, നമുക്ക് കാത്തിരുന്ന് കാണാൻ പറ്റും. അതുപോലെ തന്നെ അവിടുത്തെ ന്യൂനപക്ഷങ്ങളെ സംഘടിപ്പിക്കുന്നതിനകത്ത് RSSും അല്ലെങ്കിൽ ബാഹ്യ ഇടപെടലും വളരെ കൃത്യമായിട്ടുണ്ടാവും. അതോടുകൂടി ബംഗ്ലാദേശിലെ അപ്രമാദിത്വം അല്ലെങ്കിൽ ഈ ജമാഅത്ത് ഇസ്ലാമി സംഘടിക്കുന്നുണ്ടെങ്കിൽ ന്യൂനപക്ഷം സംഘടിക്കും. ഈ ജമാഅത്ത് ഇസ്ലാമി എന്ന് പറഞ്ഞാൽ 16 കോടി ജനത്തിനകത്ത് വളരെ കുറച്ച് ശതമാനം അല്ലെങ്കിൽ ഒരു 10% ഈ പറയുന്നത് പോലെ ഈ പറയുന്ന വികാരത്തിലോ അല്ലെങ്കിൽ ഇടപെടലിലോ നിൽക്കുന്നുള്ളൂ. അത്രയും അല്ലെങ്കിൽ ന്യൂനപക്ഷവും അതുപോലെ സംഘടിക്കാൻ തുടങ്ങിയാൽ അതൊരു രാജ്യത്തിൻ്റെ കൃത്യമായുള്ള പോക്കിനെ ബാധിക്കുന്ന ഒരവസ്ഥയുണ്ട്. അതായത് കഴിഞ്ഞ ദിവസങ്ങളിൽ ബൈഡൻ്റെ ഇടപെടലിലും അല്ലെങ്കിൽ ബൈഡൻ്റെ അമേരിക്കൻ വക്താവ് ജോൺ കിൻബി ആണ് പ്രസ്ഥാനം ഇറക്കിയതിനകത്ത് ഞങ്ങൾക്ക് യാതൊരു പങ്കുമില്ല, അവിടെ നടക്കുന്നതിനകത്ത് ഉത്തരവാദിത്വം താൽക്കാലിക സർക്കാരിന് തന്നെയാണ്, അതിനകത്ത് പങ്കില്ല എന്നുള്ളതല്ല, ഞങ്ങൾക്ക് ഇതിനകത്ത് അല്ലെങ്കിൽ ഈ ചെയ്യുന്നതിനകത്ത് ഞങ്ങൾക്ക് അതൃപ്തിയുണ്ട്, ന്യൂനപക്ഷ വേട്ട അനുവദിക്കത്തില്ല എന്നാണ് അമേരിക്കയുടെ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് നമ്മളുടെ ഇടപെടലിന് ശേഷം അമേരിക്കയുടെ നയം പരസ്യമായിട്ട് മാറ്റി പറയേണ്ട ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങിയിരിക്കുകയാണ്. ഇത്രയും ദിവസമായിട്ട് നടന്നിട്ടില്ല. അപ്പോൾ അതിനകത്ത് നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ ബംഗ്ലാദേശ് വഴങ്ങേണ്ടി വരുന്നു, അല്ലെങ്കിൽ അവരെ ആ രീതിയിലേക്ക് ഉരുത്തിരിക്കുന്നു എന്നാണ് മനസ്സിലാവുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.